ഹായ് ഗൈസ്, വെൽക്കം ടു അരോമ ഗ്ലോബ് യൂട്യൂബ് ചാനൽ. പോണ്ടിച്ചേരി ഡേ 2. ഇത് പാർട്ട് 3 ആണ്. നമ്മൾ ഇന്ന് രാവിലെ ഡേ 2 പാർട്ട് 3 ആണ്. നമ്മൾ രാവിലെ തന്നെ പോയത് സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞൊരു ബീച്ചിലോട്ടാണ്. അതിൻ്റെ എൻട്രിയിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വാട്ടർ സ്പോർട്സ് ആണ്. നമുക്കതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും എടുക്കാഞ്ഞുകൊണ്ട് നമ്മളവിടെ കയറിയില്ല. അവിടെ കയറണമെങ്കിൽ നമുക്ക് പാസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ജസ്റ്റ് നമ്മളത് സൈഡിൽ കൂടെ കണ്ട് നേരെ നമ്മൾ പോകുന്നത് ബീച്ചിലോട്ടാണ്. ഈ കാണുന്നതാണ് വാട്ടർ സ്പോർട്സ്. ഇവിടെ നിന്നാണ് എൻട്രി. നമുക്ക് ഒരു നിവൃത്തിയില്ല, അറിയാത്തതുകൊണ്ട് നമ്മൾ നേരെ ഇനി പോവുകയാണ്. കണ്ടിട്ട് കയറാനൊക്കെ തോന്നുന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു രക്ഷയില്ല. നമ്മൾ വേറെ ഡ്രസ്സൊന്നും ക്യാരി ചെയ്തിട്ടില്ല, ഒന്നുമില്ലായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നതാണ് ബീച്ച്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബ്ലൂ കളറിലെ ഇതാണ് നമ്മൾ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ചെറിയ ചെറിയ ബാത്റൂം പോലെ അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇവിടെ നിന്നാണ് ബീച്ചിൻ്റെ എൻട്രി. നമ്മൾ കുറച്ച് നേരം ഇവിടെ സൈഡിൽ പബ്ബ് പോലെയൊക്കെ, പബ്ബല്ല എന്നാലും ഡ്രിങ്ക്സും കാര്യങ്ങളും മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു വൈബ് ഏരിയ ആയിരുന്നു. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ പോയി കുറച്ച് നേരം ബീച്ചിലിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി ഫുഡ് കഴിക്കാനാണ്. ഞാൻ ഫിഷ് മീൽസും എൻ്റെ ഫ്രണ്ട് ചിക്കൻ മീൽസും എന്ന് പറഞ്ഞു. ഫിഷ് മീൽസിൽ റൈസ്, മുട്ട പൊരിച്ചത്, ഫിഷ് കറി, ഫിഷ് ഫ്രൈ. ചിക്കനിലും അതുപോലെ തന്നെ റൈസ്, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, മുട്ട പൊരിച്ചത് വിത്ത് സാലഡ്സ്. പിന്നെ നമ്മൾ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാഞ്ഞുകൊണ്ട് നമ്മളവിടെ നേരെ വന്ന ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലാണ്. അവിടെ ഇനിയുള്ളത് കാണാനുള്ളതേ ഉള്ളൂ. കുറേ ക്രാഫ്റ്റ് ഐറ്റംസും ആർട്ട് വർക്ക്സും കുറച്ച് ഡ്രസ്സസും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ഈ ആനേനെയൊക്കെ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അത് നമ്മൾ കണ്ട് പോവുക. നമ്മൾ പോകുന്ന വഴിക്ക് മതിലിലൊക്കെ ഓരോ പിക്ചേഴ്സും ഒരു ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഭംഗിയാണ് കാണാൻ, പക്ഷെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ചിലപ്പോൾ ഉച്ച ടൈമിൽ വന്നുകൊണ്ടായിരിക്കും.
കുറേ ഹാൻഡ് വർക്ക് മെറ്റീരിയൽസും ഡ്രസ്സസും അതുപോലെ കുറേ പ്രതിമകളും ആർട്ട് വർക്കും ക്രാഫ്റ്റ് വർക്കും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കാണാനുള്ള കുറേ ഉണ്ടായിരുന്നു. കുതിരയൊക്കെ അവരുണ്ടാക്കിയതാണ്. പിന്നെ ഞങ്ങൾ കണ്ട വെറൈറ്റി ആയിട്ട് ഇതാണ്, തല തിരിഞ്ഞിരിക്കുന്നൊരു മനുഷ്യൻ, കാല് മേളിലും തല താഴെയും. വീട്ടിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റിയ ബെൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഗ്സ് ഉണ്ട്, ജൂട്ടിൻ്റെയൊക്കെ ബാഗ്സാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നമ്മൾ കണ്ട വീട്ടും മാംഗ്രൂവ് ബോട്ടിംഗ് എന്ന് പറഞ്ഞു. പക്ഷെ നട്ടുച്ച ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ എന്തായാലും പോയി നോക്കാം എന്ന് വിചാരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന വഴി നല്ല രസമാണ്, നന്നായിട്ട് അവർ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ കാണുന്ന പ്രതിമകൾ, ഓരോ പ്രതിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഓരോ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ചെറിയ സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നിൽക്കാം, ഇരിക്കാം. നല്ല ഭംഗിയാണ് ഒരു ഏരിയ കാണാൻ വേണ്ടി. ഇങ്ങനെ ആനയുടെ പ്രതിമ, അങ്ങനെ കുറേ പ്രതിമ, കുതിര ഉണ്ടായിരുന്നു. പിന്നെ കുറേ രാജാക്കന്മാരുടെയൊക്കെ പ്രതിമ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ബോട്ടിങ്ങിന് പോകാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷെ അവിടെ ബോട്ട് അറ്റ് പ്രസൻറ്റ് ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് പോയ ബോട്ട് തിരിച്ചു വന്നില്ല. പിന്നെ നമ്മൾ ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ പോണ്ടിച്ചേരി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ കണ്ണിക്കണ്ടതൊക്കെ വാങ്ങി തിരിച്ച് നമ്മൾ ഹോട്ടലിൽ വന്ന് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് തന്നെ 5 മണിക്കായിരുന്നു ബസ്. അത് ലേറ്റാക്കി 7 മണിയായി. 7 മണിക്ക് നമ്മൾ ബസ്സിൽ കയറി രാവിലെ ഒരു 6-7 മണി ആയപ്പോഴത്തേക്കും നമ്മൾ തിരുവനന്തപുരം എത്തി. അവിടെ നമ്മൾ സ്റ്റോപ്പിൽ വാങ്ങിച്ചു തന്നെ നമ്മൾ കൊച്ചിയിലോട്ടില്ലായിരുന്നു. ട്രെയിനിൽ വെച്ച് അങ്ങനെ നമ്മുടെ പോണ്ടിച്ചേരി സീരീസിൻ്റെ തീരുകയാണ്.